guys, Trek for our മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആർഡിനോ യൂനോ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. വെറും വലിയ പ്രോജക്റ്റ് എന്നുള്ള ചെറിയ പ്രോജക്റ്റ്. നമ്മൾ അന്ന് പറഞ്ഞത് നമ്മൾ ബേസിൽ നിന്നാണല്ലോ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേസ് ആയിട്ടുള്ള എല്ലാവരും ചെയ്ത് പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആർഡിനോ യൂനോ വെച്ചിട്ട് നമ്മൾ ഒരു LED ബ്ലിങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിത് അന്ന് അൺബോക്സ് ചെയ്ത ബോക്സ് ആണ്. ആ ബോക്സ് ഞാൻ അതേപോലെ വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ചാൽ ആർഡിനോ യൂനോയുടെ ഈ ബോർഡ് തന്നെയാണ് നമുക്ക് വേണ്ടുള്ളത്. ക്യാമറ അടുത്തോട്ട് കാണിക്കാം. ഈ ബോർഡ് തന്നെയാണ് നമുക്ക് ആദ്യം വേണ്ടുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ കോഡെല്ലാം ഇതിനകത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പൊ അതെടുത്ത് വെച്ചു. ഇനി അതിനകത്ത് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള നമ്മളെ വയറ്, ഇതിനകത്ത് ഒരു OTG കൂടെ ഉണ്ട്. ഈ OTG എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് കമ്പോണൻസ് എല്ലാം വർക്ക് ആവുന്നത് ഞാൻ ഓരോ പ്രോഗ്രാം ഫോണിൽ കൂടെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഫോണിൽ നിന്ന് കോഡ് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് OTG എടുത്തത്. അപ്പോൾ അത് നമുക്കിവിടെ വേണ്ട. അപ്പോൾ OTG വേണ്ട, OTG മാറ്റി വെച്ചേക്കാണ്. നമുക്ക് വേണ്ടുള്ള ഈ വയർ ഞാൻ എടുത്തിൻ്റെ കൂട്ടത്തിൽ വെച്ചു. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ചാൽ LED ആണ്. ഏത് കളർ കത്തിക്കണം, ഏത് LED ആണ് നമുക്ക് വേണ്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് നമുക്കൊരു നീല LED ആണ് നമുക്ക് കത്തിക്കാം. അപ്പം ബ്ലൂ LED ഇടാം. അതും 5 ഉണ്ട്. ഒരെണ്ണം മതി നമുക്ക്. ഒരെണ്ണം ഞാൻ എടുത്തും കൊണ്ട് വെക്കുന്നു. ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഇനി വേണ്ടുള്ളതെന്ന് വെച്ചാൽ ജമ്പർ വയറാണ്. ജമ്പർ വയർ നമ്മൾ അന്ന് എടുത്തെന്ന് വെച്ചാൽ രണ്ട് സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിലൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ ടു ഫീമെയിൽ ആണ്. ഒന്ന് മെയിൽ ടു മെയിൽ. അപ്പൊ നമുക്ക് മെയിൽ ടു മെയിൽ വയറാണ് കണ്ടുള്ളത്. മെയിൽ ടു മെയിൽ നമ്മൾ കാണിച്ചു തരാം. അവിടെ രണ്ട് സൈഡിലും ഈ ഇതുള്ളതാണ് മെയിൽ ടു. രണ്ട് സൈഡിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് മെയിൽ ടു മെയിൽ ജമ്പർ വയർ. അപ്പൊ ഇത് നമുക്ക് വേണം. ഇത് നമുക്ക് ഒരു 5-6 എടുത്ത് വെക്കാം. മെയിൽ ടു ഫീമെയിൽ നമുക്കിവിടെ ആവശ്യമില്ല. അപ്പൊ ഇത്രയൊക്കെ മതി. നമുക്ക് റെസിസ്റ്ററോ കാര്യങ്ങളോ റെസിസ്റ്റൻസ് ഒന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ പുറത്തുനിന്ന് ബാറ്ററി ഒന്നും കൊടുക്കുന്നില്ല. പുറത്തുനിന്നുള്ള പവർ ഒന്നും കൊടുക്കുന്നില്ല. ബാറ്ററി വാങ്ങാൻ മറന്നുപോയി. അതുകൊണ്ട് സിസ്റ്റത്തിനകത്ത് പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് പവർ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് വേണ്ട. പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്ന കൂടെ നോക്കിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകാം. പ്രോഗ്രാം എഴുതുന്നുള്ളത് എങ്ങനെയാണ്, ഏത് ID ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ റൂമിലേക്ക് നമുക്ക് പോകണം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തോണ്ടുണ്ടോ. അപ്പൊ നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കണക്ഷൻ, ഒരു സാധനം നമുക്ക് വേണ്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെഡ് ബോർഡ് നമുക്ക് വേണം. ഉപയോഗിക്കാതിരിക്കാം. അപ്പൊ ഞാൻ ബ്രെഡ് ബോർഡ് വെച്ച് ചെയ്യാതിരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ബ്രെഡ് ബോർഡ് വെച്ച് തന്നെ ചെയ്യാം. അതാണ് എളുപ്പം. പിന്നെ ഇതിനകത്ത് കുത്തിയിറക്കി നമ്മൾ LED കുത്തിയിറക്കാൻ പാടുള്ളതുകൊണ്ട് നമ്മളെ ബ്രെഡ് ബോർഡ് ഇതും കൂടെ ഞാൻ എടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് നോക്കണം. ഇതാണ് ആർഡിനോ യൂനോയുടെ ഇതാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. ഇതാണ്. ഇപ്പൊ നമുക്ക് ആ കോഡ് സെക്ഷനിലോട്ട് പോകുമ്പോൾ ഞാൻ ഈ ബോർഡിനെ കുറിച്ച് ഫുള്ള് കറക്റ്റ് ഇത് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ ഇതാണ്. ഇതിനകത്ത് 1 മുതൽ 13 വരെയുള്ള പിന്നുകളും പിന്നെ ഒരു ഗ്രൗണ്ടും ഒരു AREF പിന്നും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 15 16 പിന്നാണ് ഇതിനകത്തുള്ളത്. നമുക്കത് കറക്റ്റ് ആ കോഡ് സെക്ഷൻ പോകുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളെ LED എടുക്കണം. ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന LED, നമ്മുടെ LED ബ്ലൂ LED. ഈ LEDയുടെ ആനോഡും കാതോടും അതായത് പോസിറ്റീവും നെഗറ്റീവും എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് കാലുകൾക്കും വ്യത്യസ്ത നീളമാണെങ്കിൽ ഈ നീളം കുറഞ്ഞ കാലായിരിക്കും അതിൻ്റെ നെഗറ്റീവ്, നീളം കൂടിയ കാലായിരിക്കും അതിൻ്റെ പോസിറ്റീവ്. ഇപ്പം ഇതിനകത്തോട് നോക്കുമ്പോൾ 2 കാലിന് നീള വ്യത്യാസമുണ്ട് അല്ലേ. അങ്ങനെ നീള വ്യത്യാസം വരുമ്പോഴത്തേക്ക് നീളം കുറഞ്ഞത് നെഗറ്റീവ്, നീളം കൂടിയത് പോസിറ്റീവ്. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ LED എടുത്ത് നമ്മൾ ഇതിൻ്റെ ആ ഗ്ലാസ്സിനകത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പാർട്ടിന് കനം കൂടുതലും ഒരു പാർട്ടിന് കനം കുറവുമായിരിക്കും. സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സൂം ചെയ്തത് ഞാൻ കോഡ് സെക്ഷനിൽ കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പാർട്ടിന് കനം കൂടിയതും ഒരെണ്ണത്തിന് കനം കുറഞ്ഞതുമായിരിക്കും. അപ്പോൾ നമുക്ക് കനം കൂടിയ പാർട്ട് നമുക്ക് പോസിറ്റീവും കനം കൂടിയ പാർട്ട് നമ്മളെ നെഗറ്റീവും, കനം കുറഞ്ഞ പാർട്ട് പോസിറ്റീവുമാണ്. അപ്പം നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ടുള്ള ഗ്രൗണ്ടിലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇപ്പം ഗ്രൗണ്ടിൽ നിന്നൊരു ഇതാണ്ട് മെയിൽ ടു മെയിൽ ഇതാണ് ജമ്പർ വയറാണ്. ഇപ്പം ഇതിനകത്ത് ഗ്രൗണ്ട് ഇതാണ്ട് ഇവിടെയാണ് ഗ്രൗണ്ട്. പിന്നീട് ഞാനൊരു വയറെടുത്തു, ബ്രെഡ് ബോർഡിൽ ഒരിടത്ത് കൊടുത്തു. ബ്രെഡ് ബോർഡിൽ ഏതെങ്കിലും ഒരു പിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരിടത്ത് കൊടുത്തു. ഇനി അതേപോലെ വീണ്ടും ഒരു ജമ്പർ വയർ എടുത്തിട്ട് ഞാൻ 13 എന്ന പിന്നിലാണ് കൊടുക്കുന്നത്. 13 എന്ന പിന്നിലാണ് കോഡ് കൊടുക്കുന്നത്. അപ്പം 13 എന്ന പിന്നിൽ നിന്ന് ഒരു വയർ എടുക്കുന്നു. കോഡ് എഴുതുമ്പോഴത്തേക്ക് കോഡ് എഴുതുമ്പോൾ നമുക്ക് ഏത് പിന്നാണ് കൊടുക്കേണ്ടത് നമുക്ക് കോഡിൽ നിന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ കോഡ് പിന്നെ കാണിക്കുന്നതുകൊണ്ടാണ് അത് ഞാനിവിടെ കൊടുത്തു. അടുത്തടുത്ത് തന്നെ കൊടുത്തു നമ്മൾ കണക്ഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ബ്രെഡ് ബോർഡിനകത്ത് ഇത് കണ്ട 14 എന്ന് പറയുന്ന പിന്നിൽ നമ്മുടെ ഈ വയർ ഏതാണ് വന്നേക്കുന്നത്, ഇതിനകത്ത് 13ഉം ഇതിനകത്ത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് 17ാമത്തെന്ന് പറയുന്ന സോക്കറ്റിലാണ് വന്നേക്കുന്നത്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ബൾബ് കൊടുക്കാം. നമ്മൾ ഈ ബൾബ്
ഈ ബൾബിൻ്റെ ഗ്രൗണ്ടിലേക്ക് എപ്പോഴും കൊടുക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് എപ്പോഴും നെഗറ്റീവും അതേപോലെ പോസിറ്റീവിനകത്ത് നമ്മൾ കൊടുക്കേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതുമായിരിക്കണം. ഏതാ? പോസിറ്റീവിനകത്ത് നമ്മുടെ 13ൻ്റെ പിന്നിൻ്റെ ഔട്ട്പുട്ടും നെഗറ്റീവിനകത്ത് നമ്മളെ ഗ്രൗണ്ടും കൊടുക്കണം. അപ്പോൾ ഞാൻ 13നകത്ത് ഇവിടെ കൊടുക്കുന്നു. ഇത് കൊടുത്തെടുക്കാൻ ഇച്ചിരി മെനക്കെടുണ്ട്, ഇച്ചിരി നീളം കൂടിയ സാധനങ്ങളായതുകൊണ്ട് ഞാനതൊന്ന് കൊടുക്കുകയാണ്. LED ഒരു മെനയില്ലാത്ത LED, അനുസരണയില്ല, തെക്കോടൊക്കെ പോകുന്നു. ഇതിനെ നേരെ എവിടെയെങ്കിലും കൊടുത്താൽ മതിയല്ലോ. ഇവിടെ കൊടുക്കുന്നു, അതേപോലെ ഞാൻ ഇവിടെയും കൊടുക്കുന്നു. ഓക്കെ, കണക്ഷൻ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതണം, ഓർഡിനോ ബോർഡിൻ്റെ കോഡ് എഴുതണം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞതുപോലെ നമുക്കിനി അതിൻ്റെ കോഡ് എഴുതാനാണ് പോകുന്നത്. അതിനു മുമ്പ് ചെയ്യേണ്ടുള്ള 2 കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ്, LED പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നത്. അതിന് നോക്കിയോ, ഇത് കണ്ട ഈ ഒരു LED ഇതിനകത്ത് നീളം കൂടിയ കാലം കൊണ്ടുള്ളത് പോസിറ്റീവും നീളം കുറഞ്ഞ കാലം നെഗറ്റീവുമാണ്. അതേപോലെ ഞാൻ പറഞ്ഞത് അതിന്റെ ഗ്ലാസിനെ അകത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഇത് ഉദ്ദേശിച്ചാണ്. ഇതിനകത്ത് ഒരു പാർട്ടിന് കനം കൂടുതലാണ്. ഗ്ലാസിന്റെ അകത്ത് LED ഗ്ലാസിന്റെ അകത്ത് ഒരു പാർട്ടിന് കനം കൂടുതലാണ്, അതിനെ കാതോട്, അതായത് നെഗറ്റീവും. അതേപോലെ കനം കുറഞ്ഞതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ LED പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ ഓർഡിനോ ആ ബോർഡിന്റെ പിൻസ് ഒന്ന് നോക്കാം, അതിന്റെ പിൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബോർഡിനകത്ത് ഞാൻ കാണിച്ചത് USB കുത്തുന്ന ഒരു പോർട്ട് ഉണ്ട്, പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്, അതേപോലെ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ, നമ്മളെ പുറത്തുനിന്ന് ഇത് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള ആ സോക്കറ്റ്, ആ ഇതിനകത്ത് കൂടെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ ഈ താഴത്തെ സൈഡിൽ വരുന്ന 2 സെറ്റ് പിന്നുകളിനകത്ത് റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ വോൾട്ടേജ് ആണ് 3.3 വോൾട്ടേജിന്റെ 5 വോൾട്ടേജിന്റെ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് അനലോഗ് പിൻസ് അതിനകത്തുണ്ട്, A0 to A5 വരെയുള്ള അനലോഗ് പിൻസ് ഉണ്ട്. അതേപോലെ ഗ്രൗണ്ട് ഇവിടെ 2 ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്, 2 ഗ്രൗണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇനി ഈ ഇരിക്കുന്നതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം, അറ്റ്മെഗ 32.8 മൈക്രോ കൺട്രോളറാണ് ഓർഡിനോയുടെ ബേസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ മൈക്രോ കൺട്രോളറാണ് ഈ ഇരിക്കുന്ന പാർട്ടിനകത്തുള്ളത്. നമ്മളെ ബോർഡിനകത്ത് ഞാൻ അത് കാണിച്ചായിരുന്നു, മൈക്രോ കൺട്രോളർ. പിന്നെ ISCP പിന്നെ പവർ LED ഇൻഡിക്കേറ്റർ, നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കത്താനുള്ള പവർ LED ആണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വരുന്ന ബട്ടൺസ് പറഞ്ഞാൽ ഡിജിറ്റൽ IO പിൻസ് ആണ് ഈ വരുന്ന ബട്ടൺസ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AREF ഉണ്ട്, പിന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. ചില യൂനോവിനകത്ത് നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് വർക്ക് ആവുള്ളൂ. അതിനുവേണ്ടിയാണ് റീസെറ്റ് ബട്ടൺ കൊടുത്തേക്കുന്നത്. ഇതാണ് ഒരു നമ്മളെ ഓർഡിനോ യൂനോ ബോർഡിന്റെ പിൻ ഡയഗ്രം ഇതാണ് വരുന്നത്. നമുക്കിനി കോഡ് എഴുതാം. കോഡ് എഴുതാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോഡ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ്, അതായത് ഒരു IDE നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ IDE ഇൻസ്റ്റാളേഷൻ കൂടുതൽ കാണിക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ IDE ഇൻസ്റ്റാളേഷനകത്ത് ഞാൻ ജസ്റ്റ് IDE ഏതാണെന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഓർഡിനോ എന്ന് മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ഓർഡിനോ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്ട് ഓർഡിനോ ഹോം എന്ന് പറഞ്ഞ ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന സൈഡിനകത്ത് കയറണം. അതിനകത്ത് സോഫ്റ്റ്വെയർസിൽ പോകണം. സോഫ്റ്റ്വെയർസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത് കണ്ട വിൻഡോസ് 7 അതിനെക്കാട്ടി മുകളിലുള്ളതിലേക്ക് ഉള്ളത്. പിന്നെ സിപ്പ് ഫയലാണ്, ഇത് എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ ആണ്, EXE ഫയലാണ്. ഇത് സിപ്പ് ഫോൾഡർ ആയിട്ടാണ്, സിപ്പ് ഫയൽ ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ വിൻഡോസ് ആപ്പ്, പിന്നെ ലിനക്സിന്റെ മാക് OS, ഇത്ര ഒരുപാട്. എന്റെ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് ആണ് ഡൗൺലോഡ് ചെയ്തത്. ഇവിടെ ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ് ചെയ്തതായിരുന്നു ഞാൻ. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത്, ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് ഒന്നും ഇല്ല, നെക്സ്റ്റ് അടിച്ചങ്ങ് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സും കൂടെ ഇട്ട് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. ഇനി നമുക്ക് കോഡ് എഴുതാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്ന IDE ഇതാണ്. ഇതിനകത്ത് നമുക്ക് കയറി കോഡ് എഴുതാം. IDE ഓപ്പൺ ചെയ്യുന്നു. IDE ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഫയല് ഒരു ന്യൂ എടുക്കുന്നു. ന്യൂ കൊടുത്തിട്ട് ഇവിടെ പുതിയ ഇത് ഓപ്പൺ ആയി വന്നിരിക്കുന്നു. ഈ വോയിഡ് സെറ്റപ്പ്, ഈ സെറ്റപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുട്ട് യുവർ സെറ്റപ്പ് കോഡ് ഹിയർ ടു റൺ വൺസ്. നമ്മൾ ഒരു പ്രാവശ്യം മാത്രം റൺ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് കോഡുകളാണ് ഇവിടെ എഴുതുന്നത്. നമുക്കത് കളയണം, വേണ്ട, കുഴപ്പമില്ല, അത് അവിടെ കിടന്നോട്ടെ. പിന്നെ നമുക്ക് ലൂപ്പ് പറയുന്നത്, നമ്മൾ ലൂപ്പിംഗ് സീനകത്ത് പഠിച്ചായിരുന്നു. ലൂപ്പിംഗ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂഷൻ, നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടിയാണ് ലൂപ്പ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് വിളിച്ചിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടി. ഇതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ LED നമ്മൾ കൊടുത്തേക്കുന്ന സോക്കറ്റ്, ഞാൻ വീഡിയോയിൽ കൊടുത്തപ്പോൾ നമ്മൾ സോക്കറ്റ് 13 എന്ന് പറയുന്ന ആ IO പിന്നിനകത്താണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ IO പിൻ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇന്റ് എന്ന് പറയുന്ന ഒരു ഇന്റിജർ ടൈപ്പ് വേരിയബിൾ എടുത്തിട്ട് ഞാൻ LED എന്ന് പറയുന്ന ഒരു
വേരിയബിൾ എടുക്കുകയാണ്. ഇൻറ്റിജർ ടൈപ്പിനകത്തുള്ള LED എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കൊടുത്ത 13 എന്ന് പറയുന്ന ആ വേരിയബിൾ കൊടുക്കുന്നു. 13 എന്ന് പറയാനുള്ള ആ 13 എന്ന് പറയുന്ന പിന്നെ അവിടെ കൊടുക്കുന്നു. അപ്പം LED = 13 കൊടുത്തു. പിന്നെ ഒരു സെമി കോളൻ, നമ്മൾ അതിനകത്ത് ചെയ്യുന്ന പോലെ സെമി കോളൻ. ഇനി നമ്മൾ സെറ്റപ്പ് ചെയ്യാനാണ്. സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒറ്റ പ്രാവശ്യം റൺ ചെയ്യാനുള്ള കോഡ് സെറ്റപ്പ് ചെയ്യാനുള്ള കോഡ് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അത് നമ്മൾ പിൻ മോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. പിൻ മോഡ് നമ്മൾ കൊടുത്തേക്കുന്ന ആ പിൻ മോഡ്, ആ 13 എന്ന് പറയുന്ന ആ പിൻ മോഡ് നമ്മളെ ഈ ബോർഡിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയാണ് പിൻ മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എടുത്ത വേരിയബിൾ ഏതാണ്? LED എന്ന് പറയുന്ന ഒരു വേരിയബിൾ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ ഇല്ലേ, LED എന്ന് പറയുന്ന വേരിയബിൾ കോമ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ കൊടുക്കണം. ഔട്ട്പുട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പൊ നമ്മളെ ഈ 13ാമത്തെ ഇതിനകത്താണ് നമുക്ക് ഔട്ട്പുട്ട് വരാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് അങ്ങനെ കൊടുത്തത്. ഞാൻ ഇവിടെ നേരത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്തതെന്ന് വെച്ചാൽ LED = 13 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആണ്. അപ്പൊ LED = ആണ് കൊടുക്കേണ്ടത്. നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൂപ്പിനകത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതണം. ആദ്യം നമ്മൾ എഴുതണം ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിജിറ്റലായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എഴുതണം. ക്യാപ്സ് ലോക്ക് മാറ്റിയിട്ട് ഡിജിറ്റൽ റൈറ്റ്. ഇത് IDE ആണെന്ന് പറഞ്ഞ് മറ്റേ IDE പോലെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കോഡൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഫുൾ എഴുതി കൊടുക്കണം. ഡിജിറ്റൽ റൈറ്റ് നമ്മൾ എടുത്ത വേരിയബിൾ LED എന്ന് പറയുന്ന വേരിയബിൾ അതിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്ത കൊടുക്കുന്നത് ഹൈ ആണ് കൊടുക്കുന്നത്. ഹൈ എന്ന് വെച്ചാൽ നമ്മുടെ ആ LED ഹൈ വോൾട്ടേജിൽ ബ്ലിങ്ക് ആയി ഹൈ വോൾട്ടേജിലായിട്ട് കത്തി നിൽക്കാൻ വേണ്ടിയാണ് ഹൈ എന്ന് കൊടുക്കുന്നത്. നമുക്കിനി ഇത് എത്ര സെക്കൻഡ് ഇതാക്കണമെന്നൊക്കെ, 1 സെക്കൻഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഡിലേ 1000 ആയിട്ട് കൊടുക്കണം. ഡിലേ ഞാനൊരു 1000 ആയിട്ട് കൊടുക്കുന്നു. ഡിലേ 1000 ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് 1 സെക്കൻഡ് ഇതായിട്ട് നിൽക്കും, കത്തി നിൽക്കും. ഇനി വീണ്ടും ഡിജിറ്റൽ റൈറ്റ്, നമ്മളിപ്പം LED ഇപ്പം ഹൈ ആയിട്ട് നിൽക്കുകയല്ലേ, അപ്പൊ ഇനി LED ലോ ആക്കാൻ വേണ്ടി ഞാൻ ഡിജിറ്റൽ റൈറ്റ് കൊടുക്കുകയാണ്. ഡിജിറ്റൽ റൈറ്റ്. ഇനി നമ്മൾ നേരത്തെ പോലെ LED ലോ ആക്കി കൊടുക്കണം. LED കോമ ലോ ആക്കണം എന്ന് വെച്ചാൽ അതിന്റെ വോൾട്ടേജ് ലോ ആവാൻ, എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം ആവാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് അണഞ്ഞ പോലുള്ള ഒരു ഫീൽ LED അണഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെയും ഡിലേ നമ്മൾ എത്രയായിട്ട് കൊടുക്കണം? 1000 ആയിട്ട് കൊടുക്കണം. അതായത് 1 സെക്കൻഡ് ആയിട്ട് കൊടുക്കണം. ഡിലേ നമ്മൾ കൊടുത്തിട്ട് 1000 ആയിട്ട് കൊടുക്കുന്നു. 1000 കൊടുത്തു, സെമി കോളൻ ഇട്ടു. ഇനി നമ്മൾ കോഡ് ആദ്യം കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ കമ്പൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ ടിക്കിന്റെ ഈ സിമ്പിൾ ഉണ്ടോ, അതിനകത്താണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്യണം. ഞാനിപ്പോൾ എന്താ sketch 11D എന്തെങ്കിലും ഒരു പേര് സേവ് ചെയ്തു. ആ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. സേവ് ആയി കമ്പൈൽ ആവുന്നതാ ഇവിടെ താഴെ കാണുന്നുണ്ട്, ഒരു പച്ച ഇത് കാണുന്നുണ്ടല്ലേ, അത് തനിയെ കമ്പൈൽ ആവുന്നുണ്ട്. കമ്പൈൽ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം, ഈ നമ്മുടെ യൂനോ ബോർഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം. നമ്മളെ USB പോർട്ട് വഴി ആർഡിനോ യൂനോ ബോർഡിനെ നമ്മളെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം. അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് കൊടുക്കും. അപ്ലോഡ് കൊടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് വരുന്ന കാണിച്ചു തരാം. ഞാൻ അപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്തിട്ട് ഞാൻ ഇനി അത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് അടുത്തത് കാണാം. ഇപ്പൊ നമുക്ക് ഞാൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് നമുക്ക് കാണാം. നമ്മളെ ബോർഡ് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് നമ്മളെ CPU ആയിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാനൊരു CPU ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തു. ഇതൊരു പൊക്കം കിട്ടാൻ വേണ്ടി ഇപ്പം ഈ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് അല്ല ഇതിൻ്റെ ഡ്യൂറേഷൻ. നമുക്ക് കണ്ടറിയാം, ചടപടയാന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പേ ഞാൻ ലോഡ് ചെയ്ത പ്രോഗ്രാമാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പവർ കിട്ടിയപ്പോഴത്തേക്ക് LED മിന്നിക്കൊണ്ട് കാണുന്നത് തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് ഇപ്പം ചെയ്ത പ്രോഗ്രാം ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം. ഇവിടെ സ്കെച്ച് ഞാൻ അപ്ലോഡ് കൊടുക്കുകയാണ്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ സ്കെച്ച് ഇത് അപ്ലോഡ് കൊടുക്കുന്നു. സ്കെച്ച് അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് നോക്കിയോ, സ്കെച്ച് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ സ്പീഡ് മാറിയണ്ട. നേരത്തെ ചടപട നല്ല സ്പീഡിന് ബ്ലിങ്ക് ആയിക്കൊണ്ടിരുന്നത് ഇപ്പം 1 സെക്കൻഡ്, കറക്റ്റ് 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് മിന്നുന്നു, 1 സെക്കൻഡ് ആകുമ്പോൾ അണയുന്നു, വീണ്ടും 1 സെക്കൻഡ് മിന്നുന്നു, 1 സെക്കൻഡ് അണയുന്നു. ഞാൻ താഴെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. 1 സെക്കൻഡ് കത്തുന്നു, 1 സെക്കൻഡ് അണയുന്നു. 1 സെക്കൻഡ് ഇതിൻ്റെ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് കറക്റ്റ് ഫസ്റ്റ് 1 സെക്കൻഡിലാകുമ്പോഴത്തേക്ക് LED ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സെക്കൻഡായിട്ടുള്ള 1 സെക്കൻഡിലകത്ത് ആകുമ്പോഴത്തേക്ക് LED ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതേപോലെ ഈ ഒരു LED കണ്ടോ, നമ്മളെ ഈ ബോർഡിനകത്തുള്ള ഞാൻ പറഞ്ഞ ഈ LED പച്ച കളറിൽ കാണുന്ന ഈ LED ആണ് നമ്മളെ പവർ LED. നമ്മൾ പവർ കൊടുക്കുമ്പോഴത്തേക്ക് കത്തുന്ന LED ഇതാണ്. പിന്നെ ഈ LED നമ്മൾ മറ്റേ LED അതേ പ്രവർത്തനമാണ് ചെയ്യുന്നത്. 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് കത്തുന്നു, 1 സെക്കൻഡ് ആകുമ്പോൾ അണയുന്നു. ആ ഒരു ഇതാണ് ഈ കാണുന്ന ഓറഞ്ച് LED ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കോഡിൽ ഒരു മാറ്റം വരുത്തി നോക്കാം.
കോഡ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കോഡിലൊരു മാറ്റം വരുത്തിയിട്ട് ഇവിടെ ഈ 1000 എന്നുള്ളത്, കാരണം 1 സെക്കൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൊടുക്കാൻ പോകണം, ഒരു 50 എങ്ങാനും കൊടുത്തു നോക്കുകയാണ്. ഇപ്പോൾ 50 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ 1 സെക്കൻഡിലും എത്രയോ ഒരുപാട് താഴെ ആയിരിക്കും. ഇപ്പോൾ നമുക്കുള്ള 50 കൊടുത്തു നോക്കിയിട്ട് ഒന്നും കൂടെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാനൊരു 50 കൊടുത്തു. 50 കൊടുത്തിട്ട് ഒന്നും കൂടെ സ്കെച്ച് വെരിഫൈ ചെയ്തു. നമ്മൾ ചെയ്ത ഉടനെ സ്കെച്ച് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കുകയാണ്. അപ്ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന മാറ്റം നോക്കണം. അപ്ലോഡ് കൊടുക്കുകയാണ്. അപ്ലോഡ് കൊടുക്കുമ്പോൾ കണ്ട ഫസ്റ്റിലൊന്ന് മിന്നി നിൽക്കും, പിന്നെ കണ്ട നല്ല സ്പീഡിന് നമ്മൾ ആദ്യം ചെയ്ത ആ പ്രോഗ്രാം പോലെ അതിനകത്ത് 50 ഞാൻ അതിൻ്റെ ഡിലേ കൊടുത്തിരുന്നത്. അപ്പോൾ അത്രയും സ്പീഡിന് നമുക്ക് മിന്നി എത്തുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ക്യാമറയിലായതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ഒരു ഓൺ ഓഫ് അറിയാൻ പറ്റുന്നില്ല. നേരിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഓൺ ഓഫ് അറിയാൻ പറ്റും. അങ്ങനെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന നമ്മൾ ഡിലേ കൊടുക്കുന്നത് മാറ്റുന്നതനുസരിച്ച് LED കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊരു പൊക്കത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നീളം കുറവായതുകൊണ്ട് ബോർഡ് തൂങ്ങിക്കിടക്കേണ്ടതുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരു പൊക്കത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. കണ്ട അതിൻ്റെ ഇത് കണ്ട നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ച് ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു LED ഓഫ് ആകുമ്പോഴത്തേക്ക് അടുത്ത LED ഓണാക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്രോഗ്രാം. അപ്പം നമ്മൾക്ക് അത് വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലും റിക്വസ്റ്റ് ഇട്ടാൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 3-4 LED, ആദ്യത്തെ LED ഓഫ് ആകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ LED ഓൺ ആവുന്നു. അങ്ങനെ പാറ്റേൺ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.